ഏഴാമത്തെ ചാപ്റ്ററായ ട്രയാങ്കിൾസ് അതിൻ്റെ ഒന്നാമത്തെ എക്സസൈസാണ് ഇന്ന് എടുക്കേണ്ടത്. കോൺഗ്രൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും ബേസിക് കൺസെപ്റ്റും വളരെ പ്രധാനപ്പെട്ട 3 തിയറിയും കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷൻ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ മുഴുവൻ കാണുകയും വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ തിയറിയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 3 റൂൾസ് ആണ് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. വളരെ ചുരുക്കമായി ഞാൻ അതൊന്നുകൂടെ പറയാം. SAS കോൺഗ്രൻസ് ക്രൈറ്റീരിയ, ASA കോൺഗ്രൻസ് ക്രൈറ്റീരിയ, AAS കോൺഗ്രൻസ് ക്രൈറ്റീരിയ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. SAS എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ സൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ASA എന്ന് പറയുമ്പോൾ ആംഗിൾ സൈഡ് ആംഗിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. AAS എന്ന് പറഞ്ഞാൽ ആംഗിൾ സൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ SAS എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന്. ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ആംഗിൾ സൈഡ് ആംഗിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2 ആംഗിളും അതിൻ്റെ ഇടയ്ക്കത്തെ സൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആംഗിൾ സൈഡ് എന്ന് പറഞ്ഞാൽ 2 ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. SAS കോൺഗ്രൻസ് റൂളിനെ കുറിച്ച് പറയുമ്പോൾ ഈ 2 ഫിഗേഴ്സ് നോക്കുക, ഈ ഫിഗറും ഈ 2 ഡയഗ്രാംസും നോക്കുക. AB, ഈ ട്രയാങ്കിളിലെ AB എന്നുള്ള സൈഡ് ഈ ട്രയാങ്കിളിലെ PQR എന്നുള്ള സൈഡുമായിട്ട് ഈക്വലാണ്. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിലെ BC എന്നുള്ള സൈഡ് ഈ ട്രയാങ്കിളിലെ QR എന്നുള്ള സൈഡുമായിട്ട് ഈക്വലാണ്. ഈ ട്രയാങ്കിളിൽ ഈ 2 സൈഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈ ട്രയാങ്കിളിൽ ഈ 2 സൈഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തമ്മിൽ ഈക്വലാണ്. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ഇത് നമ്മൾ പരിഗണിക്കുമ്പോൾ AB = PQ ആണ് അല്ലേ, ഒരു സൈഡാണത്. സൈഡ് AB = സൈഡ് PQ ആണ്. വേറെ ഏതെങ്കിലും സൈഡ് ഉണ്ടോ? BC = QR ആണ്. സോ സൈഡ് BC = സൈഡ് QR. ഈ 2 സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടില്ലേ, ഏതാണത്? ആംഗിൾ B = ഈ 2 സൈഡിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ Q. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു മനസ്സിലായി? ഈ ട്രയാങ്കിളിലെ ഈ 2 സൈഡ്സും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ 2 സൈഡ്സിനോടും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനോടും ഈക്വലാണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പറയാം these 2 triangles, that is triangle ABC congruent to triangle PQR. ഏത് റൂൾ പ്രകാരമാണ് നമുക്കിങ്ങനെ കോൺഗ്രൻസി പറയാൻ പറ്റിയത്? SAS കോൺഗ്രൻസ് റൂൾ പ്രകാരമാണ് കോൺഗ്രൻസി നമുക്ക് പറയാൻ പറ്റിയത്. ഇതാണ് SAS കോൺഗ്രൻസി നമ്മളോട് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പരീക്ഷയ്ക്ക് ഇങ്ങനെ 2 ഫിഗറൊന്നും തരത്തില്ല. ഒരു ഫിഗറിൽ തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വരച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ പഠിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിരുന്നത് പോലെ ഇങ്ങനെ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻസ് മാത്രം പഠിച്ച് ആ എക്സസൈസിലെ കണക്കുകൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാലം കഴിഞ്ഞു. അങ്ങനല്ല, ഈ വർഷം മാത്രമല്ല, നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇതേപോലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് അടുത്ത വർഷവും ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഒരു ഫോർമുല മാത്രം അറിഞ്ഞത് കൊണ്ട് നമുക്കിത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല. ഡയഗ്രാംസ് ഒക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഈ തിയറിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതോടൊപ്പം തന്നെ CPCT എന്നൊരു സംഗതി ഞാൻ പറഞ്ഞിരുന്നു. ഈ CPCTയുടെ ഫുൾ ഫോം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്നാണ് ഈ CPCT അർത്ഥമാക്കുന്നത്. 2 ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ CPCT ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. വർഷങ്ങളായിട്ട് പല ആളുകളും തെറ്റിക്കാറുണ്ട്. ഓർക്കുക, 2 ട്രയാങ്കിൾ കോൺഗ്രന്റ് ആണെങ്കിൽ മാത്രം അത് ഒന്നെങ്കിൽ കോൺഗ്രന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കണം, അല്ലെങ്കിൽ കോൺഗ്രന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. ഇത് 2ന് ശേഷം മാത്രമേ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ CPCT ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ട്രയാങ്കിൾ ABC കോൺഗ്രന്റ് ട്രയാങ്കിൾ PQR എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ്. ഈ പാർട്സ് എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, സൈഡ്സും ഉണ്ട് ആംഗിൾസും ഉണ്ട്. അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഈ കേസിൽ കണ്ടോ, ABയും BCയും PQനോടും QRനോടും ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറൊരു സൈഡുണ്ട് കണ്ടോ, ACയും PRും എന്നൊരു സൈഡുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ സൈഡിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
പക്ഷേ ഇത് കോൺഗ്രന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? AC ഈസ് ഈക്വൽ ടു PR എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? CPCT എന്ന് പറയുന്നത്. AC ഈസ് ഈക്വൽ ടു PR എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ ഇവിടെ കണ്ടോ, ആംഗിൾ എയും ആംഗിൾ പിയും ഉണ്ട്. ഇതിനെക്കുറിച്ച് ആംഗിൾ എയെക്കുറിച്ചും ആംഗിൾ പിയെക്കുറിച്ചും ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കോൺഗ്രന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ഇതേപോലെ ആംഗിൾ സിയും ആംഗിൾ ആറും ഇത് ഈക്വൽ ആണെന്ന് ഈ ഫിഗറിൽ അവർ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇങ്ങനെ ഇതിനെക്കുറിച്ച് മാത്രമല്ല, ഏത് 3 ആംഗിൾസും ഏത് 3 സൈഡ്സിനെ കുറിച്ചും നമുക്ക് ഇതേപോലെ പറയാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് CPCT. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർക്കുക, ഈ CPCT എന്നുള്ളത് ഇത് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓർക്കുക, ഈ CPCT എന്നുള്ള റൂള് SAS മാത്രമല്ല, ഏത് റൂളിനും, ഇപ്പം ASA കോൺഗ്രൻസ് റൂളിനും അതേപോലെ AS കോൺഗ്രൻസ് റൂളിനും ഇനി നമ്മൾ 2 റൂളൂടെ പഠിക്കാനുണ്ട്. SSS കോൺഗ്രൻസ് റൂളും RHS കോൺഗ്രൻസ് റൂളും ഒക്കെ ഈ വരുന്ന എക്സസൈസിൽ പഠിക്കാനുണ്ട്. അങ്ങനെ എപ്പോഴൊക്കെ നമ്മൾ കോൺഗ്രൻസി പ്രൂവ് ചെയ്താലും നമുക്ക് ഈ CPCT ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കേസിൽ മാത്രമല്ല, എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റും. ഈ 2 കേസിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽഡ് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് ASA? കണ്ടോ, ആ പേരിൽ തന്നെയുണ്ട്. 2 ആംഗിളും അതിൻ്റെ ഇടയ്ക്കത്തെ സൈഡും. ഈ ഇടയ്ക്കത്തെ സൈഡിന് പറയുന്ന പേരാണ് ഇൻക്ലൂഡഡ് സൈഡ്. അത് ഈക്വൽ ആകണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ 40 ഡിഗ്രി ഉണ്ട്. കണ്ടോ, ഈ ട്രയാങ്കിൾ ഒരു 70 ഡിഗ്രി ഉണ്ട്, ഈ ട്രയാങ്കിൾ ഒരു 70 ഡിഗ്രി ഉണ്ട്. ഈ 2 ആംഗിളിൻ്റെ ഇടയ്ക്കത്തെ സൈഡ് എത്രയാണ്? 5 ആണ്. ഇവിടെ ഈ 2 ആംഗിളിൻ്റെ ഇടയ്ക്കത്തെ സൈഡ് എത്രയാണ്? 5 ആണ്. കണ്ടില്ലേ, ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി, 70 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഉണ്ട് 70 ഡിഗ്രി. ഇതിൻ്റെ ഇടയ്ക്കത്തെ സൈഡ് 5 ആണ്, ഈ 2 ആംഗിൾസിൻ്റെ ഇടയ്ക്കത്തെ സൈഡ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദീസ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് എന്ന് പറയാം. ഏത് റൂൾ? ആംഗിൾ സൈഡ് ആംഗിൾ. ഇതേപോലെ 3ാമത്തെ റൂൾ നമ്മൾ പഠിച്ചതാണ് AAS കോൺഗ്രൻസ് റൂൾ. ഈ AAS കോൺഗ്രൻസ് റൂളിൻ്റെ പ്രത്യേകത എന്താണ്? 2 ആംഗിളും കണ്ടോ, AAS ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആയാലും മതി. ഈ 2 ആംഗിളും ഇവിടുത്തെ സൈഡും കണ്ടോ, പുറത്തോട്ട് സൈഡാണ്. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഇൻക്ലൂഡഡ്, അതായത് 2 ആംഗിൾസിൻ്റെ ഇടയ്ക്കുള്ള സൈഡ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ AAS റൂളിൽ 2 ആംഗിൾസും അതിൻ്റെ പുറത്തുള്ള സൈഡ്സ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ദീസ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഈ 3 റൂളിൽ ഏത് റൂൾ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം 2 സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ SAS റൂൾ വെച്ച് നോക്കാം. 2 ആംഗിളും ഒരു സൈഡുമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ASA പറ്റുമോ നോക്കുക, പറ്റിയില്ലെങ്കിൽ AAS പറ്റുമോ നോക്കുക. അങ്ങനെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണക്ക് ചെയ്യാം. ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയുന്നു, തൊട്ടു മുമ്പത്തെ വീഡിയോയും ഇതിൻ്റെ തിയറി എല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ റൂൾസ് മാത്രം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഡയഗ്രാമൊക്കെ അനലൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട സെഷനാണ്, പഠിച്ചോണം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പബ്ലിക്കായിട്ട് കമൻറ്റ് ചെയ്യാനൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാം, ഞാൻ മറുപടി പറഞ്ഞു തരുന്നതാണ്. 1ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കണം. അതേപോലെ ഡയഗ്രാം കൊണ്ട് നിങ്ങൾ നോക്കിക്കോണം. ഇൻ ക്വാഡ്രിലാറ്ററൽ ACBD, AC is equal to AD and AB bisect angle A. Show that triangle ABC congruent to triangle ABD. അത്ര അവിടെ നിൽക്കട്ടെ. ഒരു സെൻറ്റൻസ് കൂടിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇത് ചെയ്ത് പഠിക്കണം. വൺസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ശീലമാകും, അതേപോലെ തന്നെ എളുപ്പവുമാകും. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതണം. ഗിവൺ എന്താ തന്നിരിക്കുന്നത്? AC is equal to AD. കണ്ടോ, AC ഇതാണ് നമ്മുടെ ഡയഗ്രാം. AC is equal to AD അത് തന്നിട്ടുണ്ട്. പിന്നെ AD bisect angle. എന്താ ഈ ബൈസെക്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഞാൻ പഴയ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ബൈസെക്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ആംഗിൾ ഇപ്പോൾ 100 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, ഇത് 100 ഡിഗ്രി ആയിരുന്നിരിക്കട്ടെ. മൊത്തം ഇതിൻ്റെ ഈക്വൽ പാർട്ട്, അതായത് ഇതിൻ്റെ കൃത്യം നടുക്കൂടെ വേറൊരു വര വന്ന് കട്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഈ ആംഗിൾ 2ആയിട്ട് മാറും.
ഇത് നമ്മുടെ ഒന്നാമത്തെ ആംഗിൾ ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു ആംഗിൾ ആയിരിക്കും അതിൻ്റെ ഒന്നാമത്തെ പാർട്ട്, അതായത് ഇതിൻ്റെ ഈ ഒരു ആംഗിൾ. അതേപോലെ തന്നെ ഇതായിരിക്കും അതിലെ രണ്ടാമത്തെ ആംഗിൾ. മനസ്സിലായല്ലോ? അതായത് ഈ ടോട്ടൽ ആംഗിൾ നമുക്കതിനെ സപ്പോസ് ആംഗിൾ എ ബി സി എന്ന് വിളിക്കാം. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 100 ആണെന്നിരിക്കട്ടെ. സോ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അതായത് ഈ ടോട്ടൽ ആംഗിളിൻ്റെ ഈ ഫുൾ ആംഗിൾ ആയിരുന്നു 100. അപ്പോൾ ഇത് കൃത്യം രണ്ടായിട്ട് മുറിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബി ഡി. സപ്പോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബി ഡി ബൈസെക്സ് ആംഗിൾ എ ബി സി ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ബി ഡി എന്നുള്ള ലൈൻ ഈ എ ബി സി എന്നുള്ള ഈ മുഴുവൻ ആംഗിളിനെ എത്രയായിട്ട് മുറിച്ചു? രണ്ടായിട്ട് മുറിച്ചു. മൊത്തം എത്ര ഉണ്ടായിരുന്നു? 100 ഉണ്ടായിരുന്നു. രണ്ടായിട്ട് മുറിച്ച് കഴിയുമ്പം ഇതിലെ ഓരോ ആംഗിൾ എത്ര ഉണ്ടാകും? 50 ഡിഗ്രി ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ബൈസെക്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? രണ്ട് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യും. ഇതാണ് ബൈസെക്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ ആംഗിൾ എങ്കിൽ ഈ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നു. ഇതിലെ ഓരോ പാർട്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ 100 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും, ഇതും 50 ആയിരിക്കും. ഇതാണ് ഈ ബൈസെക്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എ ബി ബൈസെക്സ് ആംഗിൾ. അതായത് എ ബി എന്നുള്ള ലൈൻ ആംഗിൾ എ എന്നുള്ള ടോട്ടൽ ആംഗിളിനെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിളും അതേപോലെ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ ആംഗിളിന് പറയുന്ന പേര് ഏതാണ്? ആംഗിൾ സി എ ബി ഇംപ്ലൈസ് ആംഗിൾ. അത് നമുക്കൊന്ന് എഴുതാം. ആംഗിൾ സി എ ബി ഈക്വൽസ് താഴത്തെ ആംഗിളിന് പറയുന്ന പേര് ആംഗിൾ ഡി എ ബി. ആംഗിൾ ഡി എ ബി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഗിവണായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് എ സി ഈക്വൽ ടു എ ഡിയും എഴുതി, ആംഗിൾ സി എ ബി ഈക്വൽസ് ആംഗിൾ ഡി എ ബി എന്ന് എഴുതി. ഇനി എന്താണ് ആ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു. ആ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ബി ഡി. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ബി ഡി. ഷോ ദാറ്റ്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. കൺസിഡർ ഏതൊക്കെയായിരുന്നു ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. മനസ്സിലായല്ലോ? കോൺഗ്രൻസി പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയുമാണ്. അത് അതേപോലെ എടുക്കണം, ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണോ എന്ന് ഈ ഡയഗ്രം നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഞാനിത് വരച്ചിട്ടുണ്ട് കണ്ടോ. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണോ, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി ഡി കണ്ടോ. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി ഡി. നമുക്ക് നോക്കാം ഏതെങ്കിലുമൊക്കെ ഈക്വൽ ആണോ എന്നുള്ളത്. ഇത് നോക്കാനൊരു എളുപ്പമാർഗമുണ്ട്. നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഒക്കെ നോക്കണം ആദ്യം. ഇപ്പം നോക്കിക്കേ, എ സിയും എ ഡിയും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കണം. എ സി എ ഡി ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഗിവൺ എ സി ഈസ് ഈക്വൽ ടു എ ഡി. അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ എ സി എന്ന സൈഡും ട്രയാങ്കിൾ എ ബി ഡിയിലെ എ ഡി എന്ന സൈഡും ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ സി ഈസ് ഈക്വൽ ടു എ ഡി. ഇനി വേറെ ഏതെങ്കിലും സൈഡ് ഈക്വൽ ആണോ? ഇവിടെ നോക്കിക്കേ, ബി സി ഈസ് ഈക്വൽ ടു ബി ഡി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബി സി ഈസ് ഈക്വൽ ടു ബി ഡി. ഇപ്പം ബി സി ഈസ് ഈക്വൽ ടു ബി ഡി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും സൈഡ് പറഞ്ഞിട്ടുണ്ടോ? അപ്പം നമ്മൾ എ സി നോക്കി അത് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ബി സിയും ബി ഡിയും ഈക്വൽ അല്ല, നമുക്കറിയത്തില്ല ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് അറിയത്തില്ല. വേറെ ഏതെങ്കിലും സൈഡ് ഉണ്ടോ? നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ രണ്ട് സൈഡ് ഏതാ? ട്രയാങ്കിൾ എ ബി സിയിലെ ആദ്യത്തെ രണ്ട് സൈഡ് എ ബി ആണ്. ട്രയാങ്കിൾ എ ബി ഡിയിലെ ആദ്യത്തെ രണ്ട് സൈഡും എ ബി ആണ്. നോക്കി, ഈ രണ്ട് സൈഡ് എ ബി ഈസ് ഈക്വൽ ടു എ ബി. നമുക്ക് ആ ഫിഗർ നോക്കാം. കണ്ടോ,
ട്രയാങ്കിൾ എ ബി സിയിലെ എ ബി എന്നുള്ള സൈഡും ട്രയാങ്കിൾ എ ഡി ബിയിലെ എ ബി എന്നുള്ള സൈഡും ഈക്വലാണ്. എന്ന് വെച്ചാൽ ഈ എ ബി എന്നുള്ള സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾസിനും എന്താണ്? കോമൺ ആണ് അല്ലേ? കണ്ടോ, എ ബി എന്നുള്ള സൈഡ് ട്രയാങ്കിൾ എ ബി സിക്കും കോമൺ ആണ്, ട്രയാങ്കിൾ എ ബി ഡിക്കും കോമൺ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ട്രയാങ്കിളിലെ എ ബി എന്നുള്ള സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ എ ബി എന്നുള്ള സൈഡിന് ഈക്വൽ ആണ്. സോ എ ബി ഈസ് ഈക്വൽ ടു എ ബി. അതിന്റെ റീസൺ എന്താണ്? രണ്ടും കോമൺ സൈഡാണ്. അപ്പൊ നമ്മൾ ഏതൊരു കേസിനും ഇതുപോലെ റീസൺ എഴുതണം. ഇവിടെ കണ്ടോ, എ സി ഈസ് ഈക്വൽ ടു എ ഡി. അതെന്തായിരുന്നു? നമുക്ക് എവിടുന്നാണ് എ സി ഈസ് ഈക്വൽ ടു എ ഡി എന്നുള്ള വിവരം കിട്ടിയത്? ഗിവൺ ആണ്. ക്വസ്റ്റ്യനിൽ അവർ അങ്ങനെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്തെഴുതണം? ഗിവൺ. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് കിട്ടി അല്ലേ? ഇനി ആംഗിൾ വല്ലോ, നമ്മുടെ റൂൾ ഏതാണ്? രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ SAS റൂൾ ആകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആംഗിൾ കൂടി വേണം. ആംഗിൾ ഉണ്ടോ? വെറുതെ ഒരു ആംഗിൾ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻക്ലൂഡിങ് ആംഗിൾ വേണം. അതായത് ഈ രണ്ട് സൈഡിനെ ഇടയ്ക്കുള്ള ആംഗിളും ഈ രണ്ട് സൈഡിന്റെ ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കണമെന്ന്. അങ്ങനെയാണോ? നോക്കിക്കേ, എ സിയുടെയും എ ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാ? ഈ ഒരു ആംഗിൾ. അതിന്റെ പേരെന്താ? ആംഗിൾ CAB അല്ലേ? ഇതേപോലെ തന്നെ എ ഡിക്കും എ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാ? ഈ ഒരു ആംഗിൾ. അതിന്റെ പേരേതാ? ആംഗിൾ DAB. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണോ? എവിടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ആംഗിൾ CAB ഈസ് ഈക്വൽ ടു ആംഗിൾ DAB. സോ ആംഗിൾ CAB ഈക്വൽസ് ആംഗിൾ DAB. എന്താ അതിന്റെ റീസൺ? നമ്മൾ റീസൺ എഴുതണം AB ബൈസെക്സ് ആംഗിൾ A. ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡും അതിന്റെ ഇടയ്ക്കത്തെ ആംഗിളും വേറൊരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിനോടും അതിന്റെ ഇടയ്ക്കത്തെ ആംഗിളിനോടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് റൂൾ പ്രകാരം? SAS റൂൾ പ്രകാരം നമുക്ക് എന്തു പറയാം? ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ABD. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് അവർ നമ്മളോട് ചോദിച്ചിരുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? ഞാൻ നേരത്തെ CPCT എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. CPCT അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ BCയും BDയും തമ്മിൽ എന്താണ് കണക്ഷൻ? ഞാൻ ആ CPCT പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ദെൻ കറസ്പോണ്ടിങ് പാർട്സ് ആർ ഈക്വൽ. സോ ഇവിടെ ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ ABDയും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ് BCയും BDയും. Therefore BC is equal to BD. എന്താണ് അതിന്റെ റീസൺ? CPCT. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ശ്രദ്ധിച്ച് സമയമെടുത്ത് തന്നെ പഠിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ABCD is a quadrilateral in which AD is equal to BC, angle DAB is equal to angle CBA. Prove that എന്ന് പറഞ്ഞ് ഒരു 3 കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ആ ഡയഗ്രാം ഒന്ന് എടുത്ത് വരയ്ക്കണം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് ഒന്ന് എഴുതണം. ഇവിടെ എന്തായിരുന്നു ഗിവൺ? ABCD is a quadrilateral in which AD is equal to BC. അപ്പം നമ്മൾ ഗിവൺ എഴുതണം AD is equal to BC. പിന്നെ ആംഗിൾ DAB is equal to ആംഗിൾ CBA. അത് എഴുതുക. പ്രൂവ് ദാറ്റ്. ഒന്നാമത്തേത് മാത്രം എഴുതിയാൽ മതിയാവും. ട്രയാങ്കിൾ ABD കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BAC. ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതുക. ശരി, അവർ പറഞ്ഞിരിക്കുന്നു AD is equal to BC. ഏതാണ് AD? ഇതാണ് നമ്മുടെ AD is equal to BC. ഓക്കെ. ഇനിയും പറഞ്ഞിരിക്കുന്നു ആംഗിൾ DAB is equal to ആംഗിൾ CBA. DAB. ഈ ആംഗിൾ കണ്ടോ, ആംഗിൾ DAB മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നിട്ട് D ആംഗിൾ, ഇതാണ് നമ്മുടെ DAB എന്ന് വെച്ചാൽ ഈ ആംഗിൾ ആണ് DAB. സോ DAB is equal to CBA. CBA കണ്ടോ, CBA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഈ ഒരു ആംഗിൾ, ഇതാണ് നമ്മുടെ CBA. ഷോ ദാറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞു എന്താണോ നമുക്ക് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അത് നമ്മളൊന്ന് എടുത്തെഴുതണം. ആദ്യം
എഴുതുമ്പോൾ ഓർക്കണം കൺസിഡർ. ഇത് ഈ ട്രയാങ്കിൾസിന്റെ പേര് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BAC. ഈ ട്രയാങ്കിൾ നോക്കാം ഏതൊക്കെയാണ് ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ BACയും എന്ന്. ട്രയാങ്കിൾ ABD ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ BAC ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ BAC. ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഫിഗറിലോട്ടൊക്കെ നോക്കി കൺഫ്യൂഷൻ ആകുന്നതിനേക്കാളും നല്ലത് തന്നിരിക്കുന്ന ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ AD എന്നുള്ള സൈഡുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇവിടെ ഏതാണ്? BC ആണ് അല്ലേ? ADക്കും BCക്കും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? AD = BC കണ്ടില്ലേ? AD = BC എന്നാര് ആ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അതായത് ഈ ട്രയാങ്കിളിലെ AD എന്നുള്ള സൈഡ് ഈ ട്രയാങ്കിളിലെ BC എന്നുള്ള സൈഡുമായിട്ട് ഈക്വൽ ആണ്. നമ്മൾ ഈ ഫിഗർ നോക്കി കൺഫ്യൂഷൻ ആകുന്നതിനേക്കാളും എപ്പോഴും നല്ലത് തന്നിരിക്കുന്ന ട്രയാങ്കിൾസിന്റെ പേരിലിങ്ങി നോക്കിയിട്ട് കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കുന്നതാണ്. ഒരു 90% കേസിലും ഈ ഒരു രീതി വർക്കൗട്ട് ആവും. ഇവിടെ കണ്ടോ, ഇവിടെ AD എടുത്തു. AD = ADയുടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാണ്? BC അല്ലേ? എന്താണ് ഇതിന്റെ റീസൺ? ഗിവൺ ക്വസ്റ്റ്യനിൽ അവർ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. കണ്ടോ, AD = BC. ഇനി വേറെന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കാമോ? നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇവർ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ DAB = ആംഗിൾ CBA. കണ്ടോ, DAB അതായത് ഡിയിൽ നിന്ന് A വരെ വന്നു. DAB = ഇവിടെ അതേപോലെ തന്നെ C കണ്ടോ, DAB അതേപോലെ തന്നെ CBA അല്ലേ? അതും ആര് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അതും അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആംഗിൾ DAB = ആംഗിൾ CBA. അതിന്റെ റീസൺ എന്ത് തന്നെയാണ്? ഗിവൺ. കണ്ടില്ലേ, DAB എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? DAB ഈ ആംഗിള്, CBA ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാനുണ്ടോ? ഏതെങ്കിലും കാര്യം? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് നമ്മൾ പറഞ്ഞൊരു കാര്യം ഇവിടെയും പറ്റും. അതായത് ഇവിടെ AB കണ്ടോ, ആദ്യത്തെ രണ്ടെണ്ണം ABയും ഉണ്ട്, ഇവിടെ BAയും ഉണ്ട്. ഈ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ABBA അതായത് ആദ്യത്തെ ട്രയാങ്കിളിലെ AB എന്നുള്ള സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ BA എന്നുള്ള സൈഡുമായിട്ട് ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് കണ്ടല്ലോ, ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും എന്താണ്? കോമൺ സൈഡ് ആണ് AB അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ AB = ഇവിടെ എന്താണ്? BA. എന്താണ് അതിന്റെ റീസൺ? കോമൺ സൈഡ്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ട്രയാങ്കിളിലെ AB എന്നുള്ള സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ BA എന്നുള്ള സൈഡുമായിട്ട് ഈക്വൽ ആണ്. ഇനി ഒന്ന് നോക്കിക്കേ, ഒന്നാമത്തെ ട്രയാങ്കിൾ എടുക്കുന്നു, ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ ABD ഈ ഡയഗ്രാം നോക്കുക. ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ADയും ABയും കണ്ടോ, AD AB. അതിൻ്റെ മിഡിലുള്ള ആംഗിൾ ഏതാണത്? ആംഗിൾ DAB. മനസ്സിലായല്ലോ? ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡും കണ്ടോ, രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്കത്തെ ആംഗിൾ അതായത് ഇൻക്ലൂഡിങ് ആംഗിളും BAC എന്നുള്ള ട്രയാങ്കിളിലെ കണ്ടോ, BAC എന്നുള്ള ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഏതൊക്കെയാണത്? BC എന്നുള്ള സൈഡും ഉണ്ട്, BA എന്നുള്ള സൈഡും ഉണ്ട്. രണ്ട് സൈഡിനോടും ഇടയ്ക്കത്തെ ആംഗിളിനോടും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിളും ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡിൻ്റെ അതിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിളിനോടും ഈക്വൽ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BAC. ഏത് റൂളായിരിക്കും? രണ്ട് സൈഡും ഇൻക്ലൂഡിങ് ആംഗിളും വന്നു കഴിഞ്ഞാൽ ഏത് റൂളായിരിക്കും? SAS റൂൾ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് ഒരു സബ്പാർട്ട് ഉണ്ട്. ഇതാണ് നമ്മളോട് ചോദിച്ച ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതൊരു കാര്യം അവർ ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ്. രണ്ടാമത്തെ ഏതാണ്? BD = AC. അത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, CPCT എന്നൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു.
ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണല്ലോ. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഏതാണ്? ഇവിടെ ഏതാണ്? ബി ഡി ഉണ്ട്, ഇവിടെ ഏതുണ്ട്? എ സി ഉണ്ട്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ പറയാം ബി ഡി ഈസ് ഈക്വൽ ടു എ സി. അതിൻ്റെ കാരണം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ റീസൺ നമ്മൾ എഴുതേണ്ടത് CP/CT. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ആംഗിൾ ABD, കണ്ടോ, ആംഗിൾ ABD ഈസ് ഈക്വൽ ടു ആംഗിൾ BAC എന്ന് പ്രൂവ് ചെയ്യണം. കണ്ടില്ലേ, അതും CP/CT ആ. ആംഗിൾ ABD ഏതാണ്? ആംഗിൾ ABD ആംഗിൾ ABD. ഈ ഒരു ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ BAC. ഏതാ BAC? BAC, ഈ ഒരു ആംഗിൾ. അതായത് അത് പ്രൂവ് ചെയ്യാൻ യാതൊരു പാടുമില്ല, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് കിടപ്പുണ്ട്. ആംഗിൾ ABD ഈസ് ഈക്വൽ ടു ആംഗിൾ BAC. സംശയമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ABD ഈസ് ഈക്വൽ ടു BAC. ഇതിൻ്റെ ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമാതിരി കാര്യങ്ങളിലൊക്കെ ഒരുമാതിരി കാര്യങ്ങളിലൊന്നും ഡയഗ്രത്തെ അത്ര ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഈ തന്നിരിക്കുന്ന പേരിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ABD ഈസ് ഈക്വൽ ടു ആംഗിൾ BAC എന്നായിരുന്നു. നമ്മൾ ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസ് എഴുതിയപ്പോൾ ട്രയാങ്കിൾ ABD കോൺഗ്രുവൻ ട്രയാങ്കിൾ BAC എന്ന് പറഞ്ഞില്ലേ? ആ പേര് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ ABD ഈസ് ഈക്വൽ ടു ആംഗിൾ BAC. ഏതാണ് അതിൻ്റെ കാര്യം? CP/CT ആണ്. ഈ ഡയഗ്രത്തിലോട്ട് നോക്കി അങ്ങനെ വെറുതെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇമാതിരി സിമ്പിൾ ക്വസ്റ്റ്യൻസിനൊന്നും ഇല്ല. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഞാനത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, AD ആൻഡ് BC ആർ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ടു എ ലൈൻ സെഗ്മെന്റ് AB. രണ്ട് കാര്യങ്ങളാണ് ഈ ഒറ്റ സെന്റൻസിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് അവർ പറഞ്ഞിരുന്നത് AD ആൻഡ് BC ആർ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ADയും BCയും ഈക്വൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമേ നമുക്ക് എന്താ ഉള്ള വാക്ക് ഏതാ? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് AD ഈസ് ഈക്വൽ ടു BC. അത് ഗിവൺ. എന്തൊക്കെയാണ് ഗിവൺ? ഒന്നാമത് പറഞ്ഞിരുന്നത് എന്താണ്? AD ഈസ് ഈക്വൽ ടു BC. കണ്ടില്ലേ, AD ഈസ് ഈക്വൽ ടു BC. സോ AD ആൻഡ് BC ആർ ഈക്വൽ. തീർന്നോ? പെർപെൻഡിക്കുലേഴ്സ് ടു എ ലൈൻ സെഗ്മെന്റ് AB എന്ന് പറഞ്ഞാൽ AB എന്നുള്ള ലൈൻ സെഗ്മെന്റിലോട്ടുള്ള പെർപെൻഡിക്കുലർ ആണ് ആരൊക്കെ? ADയും അതേപോലെ തന്നെ BCയും. അപ്പൊ അതൊന്നും എഴുതാം. എന്തുണ്ട്? AD അല്ലേ? AD പെർപെൻഡിക്കുലർ ഏത് ലൈൻ സെഗ്മെന്റ് ആണ്? AB ആണ്. ഇനി വേറെന്തുണ്ട്? BC അല്ലേ? BC പെർപെൻഡിക്കുലർ AB. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. AD ആൻഡ് BC ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈക്വൽ ആണ്. അതേസമയം തന്നെ ഈക്വൽ പെർപെൻഡിക്കുലേഴ്സ് ടു ദ ലൈൻ സെഗ്മെന്റ് AB എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് AD പെർപെൻഡിക്കുലർ AB ആയിരിക്കും. ഇതേപോലെ തന്നെ BC പെർപെൻഡിക്കുലർ AB ആയിരിക്കും. ശരി, എന്താണ് പ്രൂവ് ചെയ്യാൻ? ഷോ ദാറ്റ് CD ബൈസെക്ട്സ് AB എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് AB എന്നുള്ള ലൈനിനെ CD എന്നുള്ള ലൈൻ ബൈസെക്ട് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ പാർട്സ്. അതായത് AB എന്നുള്ള ഈ ഒരു ലൈനിനെ CD എന്നുള്ള ഈ ലൈൻ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. AB രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മാറുന്നു എന്ന് വേണം, രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ AB രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ടു പ്രൂവ് ദാറ്റ് BO is equal to AO എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടു പ്രൂവ് ദാറ്റ് BO is equal to AO. തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അവർ ഏതൊക്കെ ട്രയാങ്കിളാണ് കോൺഗ്രുവൻ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. ഇപ്പം ഇവിടെ നമുക്ക് തുടങ്ങാം. ഇൻ അല്ലെങ്കിൽ കൺസിഡർ അല്ലെങ്കിൽ ഇൻ ട്രയാങ്കിൾ. ഇപ്പം BOC എന്നുള്ള ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ BOC ആൻഡ് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ട്രയാങ്കിൾ എടുക്കുമ്പം ഇത് രണ്ടും ഒരേപോലെ എടുക്കണം. ഇപ്പം ഇവിടെ BOC ആണ് എടുക്കുന്നത്. കണ്ടോ, ഈ 90 ഡിഗ്രി ആണ്. ഈ 90 ഡിഗ്രി ഉള്ള ആംഗിളാണ് B. ഇപ്പം BOC
ഒ സി എടുക്കണം. അപ്പം ബി ഒ സി എടുക്കുമ്പം ഇവിടെ ഏതാ എടുക്കേണ്ടത്? എ ഒ ഡി. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം എടുത്ത ട്രയാങ്കിൾ ഏതാ? ബി ഒ സി എടുത്തെന്നിരിക്കട്ടെ. അടുത്തതും ഇതേപോലെ തന്നെ ഇവിടെ ബി 90 ഡിഗ്രി ആയിരുന്നു, ഇവിടെ 90 ഡിഗ്രിയാണ്. എ ഒ ഡി വേണം എടുക്കാൻ. ട്രയാങ്കിൾ എ ഒ ഡി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ട്രയാങ്കിളിന്റെ പേരെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തുടങ്ങുന്ന അതേ ഓർഡറിൽ തന്നെ വേണം ഇതും തുടങ്ങാൻ. കണ്ടോ, ഇവിടെ ബിയിൽ നിന്ന് ഒയിലോട്ട് പോയി, ഇവിടെ ബി 90 ഡിഗ്രി ആയിരുന്നു, അവിടെ നിന്ന് ഒ, അവിടെ നിന്ന് സി. ട്രയാങ്കിൾ ബി ഒ സി. അതേപോലെ തന്നെ ഇവിടെ എ 90 ഡിഗ്രിയാണ്, എയിൽ നിന്ന് ഒ, ഒയിൽ നിന്ന് ഡി. ട്രയാങ്കിൾ എ ഒ ഡി. എന്തൊക്കെ തന്നിട്ടുണ്ട്? ബി സി കണ്ടോ, ഇതാ ബി സി. ബി സി ഈസ് ഈക്വൽ ടു എ ഡി എന്നവർ തന്നിട്ടുണ്ട്. കണ്ടോ, ബി സി ഈസ് ഈക്വൽ ടു എ ഡി. അപ്പം നമുക്കത് ആദ്യം ഒന്ന് എഴുതാമല്ലോ. ഇവിടുത്തെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണല്ലോ. ബി സി ഈസ് ഈക്വൽ ടു എ ഡി. സോ ബി സി ഈസ് ഈക്വൽ ടു എ ഡി. എന്താണ് അതിൻ്റെ റീസൺ? പറഞ്ഞിട്ട് റീസൺ എന്താണ്? ഗിവൺ. അവർ ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട് ബി സി ഈസ് ഈക്വൽ ടു എ ഡി ആണെന്ന്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡേറ്റ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഒരു 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഒരു 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇതേതാണ്? ആംഗിൾ ബി. ഇതേതാണ്? ആംഗിൾ എ. അപ്പം നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ശരിക്കും പറഞ്ഞാൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആംഗിൾ ഒ ബി സി. ആംഗിൾ ഒ ബി സി അല്ലേ? ഈ ട്രയാങ്കിളിലെ ഒ ബി സി. മനസ്സിലായല്ലോ? ഒ ബി സി ഈസ് ഈക്വൽ ടു, ഇവിടെ എങ്ങനെ എടുക്കാം നമുക്ക്? ഒ എ ഡി അല്ലേ? ഒ എ ഡി. മനസ്സിലായല്ലോ? ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി അല്ലേ? ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി. ഒ എ ഡി എത്ര? രണ്ടും 90 ഡിഗ്രി. എന്താ 90 ഡിഗ്രി ആവാൻ കാരണം? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്? ഗിവൺ. എന്തുകൊണ്ട് അത് 90 ഡിഗ്രി ആയത്? ബി സി പെർപെൻഡിക്കുലർ എ ബി ആണ്, അതേപോലെ എ ഡി പെർപെൻഡിക്കുലർ എ ബി ആണ്. സോ ഗിവൺ എന്താണ് പറഞ്ഞത്? എ ഡി പെർപെൻഡിക്കുലർ എ ബി ആൻഡ് ബി സി പെർപെൻഡിക്കുലർ എ ബി. അപ്പോൾ ഒരു സൈഡും ഒരാംഗിളും കിട്ടി. ഇനി വേറെ സൈഡ്സ് വല്ലതും ഈക്വലായിട്ട് വരാനുണ്ടോ? വേറെ സൈഡ്സ് ഒന്നും അങ്ങനെ ഈക്വലായിട്ട് വരാനില്ല. വേറെ ആംഗിൾസ് വല്ലതും വരാനുണ്ടോ? കാണുമ്പോഴറിയാം. ഇതുണ്ട് ഈ ഒരു ആംഗിൾ അല്ലേ? ഈ ആംഗിളും ഈക്വൽ ആണ്. ലൈൻസ് ആൻഡ് ആംഗിൾസ് നമ്മൾ പഠിച്ചു. ഇങ്ങനെ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുമ്പം ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്ന്. എന്താ അതിൻ്റെ റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പം നമുക്ക് പറയാം ആംഗിൾ അല്ലേ? ഈ ആംഗിളിൻ്റെ പേരേതാണ്? ഓ എന്ന് പറയല്ലേ, ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫുള്ളായിട്ട് പറയണം. ആംഗിൾ ബി ഒ സി. ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി അല്ലേ? ആംഗിൾ എ ഒ ഡി. എന്താണ് അതിൻ്റെ റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും ഒരു സൈഡും ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും ഒരു സൈഡിനോടും ഈക്വൽ ആണ് അല്ലേ? രണ്ട് ആംഗിൾസും അതിൻ്റെ ഇൻക്ലൂഡിങ് സൈഡ് അല്ല, ആ രണ്ട് ആംഗിൾസിൻ്റെ ഇടയ്ക്കുള്ള സൈഡല്ല, വേറൊരു സൈഡാണ്. സോ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഒരു സൈഡ് വേറൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും ഒരു സൈഡിനോടും ഈക്വൽ ആണ്. കണ്ടോ, രണ്ട് ആംഗിൾസ് ഒരു സൈഡ് വേറൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും ഒരു സൈഡിനോടും ഈക്വൽ ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഏത് റൂളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? AAS ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. Therefore നമുക്ക് പറയാം ട്രയാങ്കിൾ BOC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ AOD. ഇതല്ല നമ്മളോട് ചോദിച്ചത് BO is equal to CO യാ. അത് ഇവിടുന്ന് കിട്ടുമോ? കണ്ടോ, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് എടുത്ത് ആദ്യത്തേത് ഏതാണ്? BO is equal to AO implies BO is equal to AO. അതിൻ്റെ റീസൺ ഏതാണ്? CPCT. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും. Therefore BO is equal to AO. ഇതാണ് അവർ നമ്മളോട് ചോദിച്ചിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഷോ ദാറ്റ് CD bisects AB എന്നാ. അപ്പോൾ കണ്ടോ, BO എന്നുള്ള ഈ ഒരു സംഗതി
ഈ ദൂരവും സെയിം ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആണ്. അതിന്റെ അർത്ഥം എന്തുവാ? എ ബി എന്നുള്ള ലൈനിനെ ഒ എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ഒ എന്നുള്ള പോയിന്റ് ഇവിടുത്തെ പോയിന്റാ, സി ഡി എന്നുള്ള ലൈനിലെ പോയിന്റാ. സി ഡി ബൈസെക്സ് എ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നന്നായി മനസ്സിലാക്കി പഠിച്ചു വേണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എൽ ആൻഡ് എം ആർ ടു പാരലൽ ലൈൻസ് ഇന്റർസെക്റ്റഡ് ബൈ. ഓക്കെ, എൽ ആൻഡ് എം ആർ ടു പാരലൽ ലൈൻസ്. അപ്പം എന്താ നമുക്കിവിടെ ഗിവൺ? ഈ നാലാമത്തെ ക്വസ്റ്റ്യനിലെ ഗിവൺ ഏതാ? ഒന്ന്, എൽ ആൻഡ് എം ആർ പാരലൽ ലൈൻസ്, അതായത് എൽ ഈസ് പാരലൽ ടു എം. അതാണ് നമുക്ക് ഒന്നാമത് ഗിവൺ. പിന്നെ അനദർ പെയർ ഓഫ് പാരലൽ ലൈൻസ് പി ആൻഡ് ക്യൂ. പിയും ക്യൂവും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലും എമ്മും പാരലാണ്, പിയും ക്യൂവും പാരലാണ്. എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ടു പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി ഡി എ അല്ലേ? ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കൺസിഡർ അല്ലെങ്കിൽ ഇന്നെന്ന് എഴുതിയാലും മതി. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ സി ഡി എ. നോക്കിക്കേ, ഏതാണ് ഈ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ സി ഡി എ. ആ ഡയഗ്രത്തിലൂടെ നോക്കിക്കേ, ഏതാണ് ട്രയാങ്കിൾ എ ബി സി എന്ന് മനസ്സിലായോ? ഇതാണ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഇതാണ് ട്രയാങ്കിൾ സി ഡി എ. ശരി, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ ഈക്വലായിട്ട് വരുന്ന സൈഡ്സ്? ഈ ഈക്വലായിട്ട് വരുന്ന സൈഡ്സോ ഈക്വലായിട്ട് വരുന്ന ആംഗിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഒന്ന് എടുത്തു നോക്കാം. നമുക്ക് ഈ എ സി ബി ഒന്ന് നോക്കാം. എ സി ബി, ഇതാണ് നമ്മുടെ എ സി ബി. ഇതേപോലെ സി എ ഡി എന്ന് നോക്കിക്കേ. സി എ ഡി കണ്ടോ? ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ആംഗിൾ എ സി ബിയും ആംഗിൾ സി എ ഡി, മനസ്സിലായി? ഈ എടുക്കുന്ന ഓർഡർ ശ്രദ്ധിച്ചോണം കേട്ടോ. എയിൽ നിന്ന് സി, സിയിൽ നിന്ന് ബിയിലോട്ട്. സോ എ സി ബി ആണ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ എ സി ബി. ഈ ആംഗിളും ഇതേപോലെ വേണം ഇവിടെയും എടുക്കാൻ. സിയിൽ നിന്ന് കണ്ടോ, എയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് ബിയിലോട്ട്, മനസ്സിലായി? ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റത്തോട്ട്, അവിടുന്ന് നടുക്കോട്ട്. അതേപോലെ ഇവിടെ നിന്ന് കണ്ടോ, സി എ ഡി കണ്ടോ, സി എ ഡി. അതായത് ആംഗിൾ എ സി ബി ഈ ആംഗിളും ആംഗിൾ സി എ ഡി ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് ഒക്കെ പഠിക്കുമ്പം നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകത. നോക്കിയാൽ അറിയാം. ഈ ലൈൻ ഏതാണ്? എൽ. ഈ ലൈൻ ഏതാണ്? എം. എല്ലും എമ്മും പാരലാണ് അല്ലേ? സോ ഇതെന്താണ്? ഇതൊരു എ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ലൈൻസ് പാരലാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. Therefore ആംഗിൾ എ സി ബി ഈക്വൽസ് ആംഗിൾ സി എ ഡി. എന്താണ് ഇതിന്റെ റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കാരണം എന്താ? സിൻസ് എന്തായിരുന്നു? എൽ ഈസ് പാരലൽ ടു എം ആൻഡ് ട്രാൻസ്വേഴ്സൽ ഏതാ? എ സി ദ ട്രാൻസ്വേഴ്സൽ. അത് കഴിഞ്ഞു. ഇതേപോലെ വേറെ ആംഗിൾസ് വല്ലതും ഉണ്ടോ ഇവിടെ എടുക്കാൻ? നമ്മൾ കണ്ടോ ബി എ സി കണ്ടോ? ഇവിടെ നമ്മൾ എ സി ബി എടുത്തു. ഇനി ബി എ സി നോക്കിക്കേ. ബി എ സി ഇതിൻ്റെ ഈ ആംഗിൾ, പിന്നെ കണ്ടോ ബി എ സി, ഇങ്ങനെ മനസ്സിലായി? ഇങ്ങനെ എടുത്തത് ബിന്ന് എ, ബി എ സി. അപ്പൊ ഇവിടെ ഇനി ഏതാ എടുക്കേണ്ടത്? ഡി സി എ. ഡി സി എ ഡി ആംഗിൾ. ഈ രണ്ട് ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏത്? ബി എ സി പിന്നെ ഡി സി എ. ഈ രണ്ട് ആംഗിൾസ് പ്രത്യേകതയുണ്ടോ? നോക്കിക്കേ. അതായത് ആംഗിൾ ബി എ സിക്കും ആംഗിൾ ഡി സി എക്കും ഈ രണ്ട് ആംഗിൾസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എങ്ങനെ അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയത്? കണ്ടോ, പി ഈസ് പാരലൽ ടു ക്യൂ അല്ലേ? ആൻഡ് എ സി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണ് ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയത്.
അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ, സോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. ദാറ്റ് ഈസ് ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ആംഗിൾ DCA. അതിൻ്റെ റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കാരണം എന്താ? സിൻസ് എന്തൊക്കെയാണ്? P പാരലൽ Q ആൻഡ് ഏതാണ് ട്രാൻസ്വേഴ്സൽ? ACA ട്രാൻസ്വേഴ്സൽ. സോ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോട് ഈക്വലാന്ന് കിട്ടി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു കാര്യം കൂടി ഈക്വലായിട്ട് വരുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് നോക്കിയാൽ അറിയാം. ഇവിടെ കണ്ടോ ഏതൊക്കെയായിരുന്നത്? ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ CDAയും അല്ലേ? ഇവിടെ ഒരു AC ഉണ്ട്, സൈഡ് AC. ഇവിടെ ഒരു CA ഉണ്ട്. നോക്കിക്കേ, കണ്ടോ ട്രയാങ്കിൾ ABC, ആ സൈഡ് ഏതാണ്? AC അല്ലേ? ട്രയാങ്കിൾ CDA സൈഡ് ഏതാണ്? CA. മനസ്സിലായല്ലോ? അതായത് ഈ ട്രയാങ്കിളിലെ AC എന്നുള്ള സൈഡ് ഈ ട്രയാങ്കിളിലെ CA എന്നുള്ള സൈഡുമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് AC ഈസ് ഈക്വൽ ടു AC. എന്താ അതിൻ്റെ റീസൺ? ഈ സൈഡ് രണ്ട് ട്രയാങ്കിളിലും എന്താണ്? കോമൺ ആണ്. സോ കോമൺ സൈഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ CDA. ഏത് റൂളാണ്? ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളും അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡും ഈ ട്രയാങ്കിളിലെ ഈ രണ്ട് ആംഗിൾസിനോടും അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡിനോടും ഈക്വലാണ്. രണ്ട് ആംഗിൾസും ഇടയ്ക്കത്തെ ഒരു സൈഡും വരികയാണെങ്കിൽ നമുക്ക് ഏത് റൂൾ എന്ന് പറയാം? കോൺഗ്രുവൻസ് ക്രൈറ്റീരിയ ആണ്. സോ ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ CDA. ഇതുവരെ ചെയ്തതിൽ ഇത് ഇത്തിരി ലെങ്തി അല്ല, എന്നാൽ ഇത്തിരി കുറച്ചുകൂടി ആലോചിക്കാനും വളരെ സൂക്ഷിച്ച് ഈ ഡയഗ്രാം ഒക്കെ നോക്കാനും ഉള്ളതാണ്. ശരിക്കും നിങ്ങൾ നോക്കണം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഈക്വൽ ആണോ? തുടക്കത്തിലൊക്കെ ചെയ്യാൻ എളുപ്പമാർഗം ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഒക്കെ ഈ തന്നിരിക്കുന്ന പേരിൽ നിന്ന് തന്നെ നോക്കുന്നതാണ്. ഈ ഡയഗ്രത്തിലോട്ട് നോക്കി കൺഫ്യൂഷൻ ആകാതെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ സൈഡ് കണ്ടില്ലേ, ഇവിടെ AC ഉണ്ട്, ഇവിടെ CA ഉണ്ട്. അങ്ങനെ ACയും CA, AC എന്ന് പറഞ്ഞാലും CA എന്ന് പറഞ്ഞാലും സെയിം സൈഡാണല്ലോ, കോമൺ സൈഡാണല്ലോ. അങ്ങനെയൊക്കെ നോക്കി ഇത് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഇത് തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാര്യം എന്നതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആയിക്കോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, L ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ A എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗിവൺ? എന്താണ്? L ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ A. ആംഗിൾ A എന്നുള്ള ഈ മുഴുവൻ ആംഗിളിനെ L എന്നുള്ള ലൈൻ രണ്ട് ഈക്വൽ പാർട്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊന്ന് എഴുതാമല്ലോ. അതിൻ്റെ പേരെന്താണ്? ആംഗിൾ PAB is equal to ആംഗിൾ PAB is equal to ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ QAB. BP and BQ are perpendiculars അല്ലേ? BP is perpendicular to എന്തിനാണ് BP perpendicular? APക്കാണ് perpendicular. So BP is perpendicular to AP. പിന്നെ BQ is perpendicular to AQ. So BQ is perpendicular to AQ. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ട്രയാങ്കിൾ APB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ AQB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇൻ ട്രയാങ്കിൾ APB ആൻഡ് ട്രയാങ്കിൾ AQB എന്തെങ്കിലുമൊക്കെ ഈക്വലായിട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ APB എന്നുള്ള ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ AQB എന്നുള്ള ട്രയാങ്കിൾ. കാണുമ്പോഴേ അറിയാം. കണ്ടോ, ഇവിടെ AB എന്നൊരു സൈഡ് ഇവിടെ കോമൺ അല്ലേ? ഇവിടെ കണ്ടോ AB ഇവിടെയുമുണ്ട്, ഇവിടെയും AB ഉണ്ട്. നമുക്ക് എന്തെഴുതാം? AB is equal to AB. എന്താണ് അതിൻ്റെ റീസൺ? കോമൺ സൈഡ് അല്ലേ? കോമൺ. വേറെ എന്തെങ്കിലും ഈക്വലായിട്ട് വരുന്നുണ്ടോ? ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ട് അല്ലേ? ഇവിടെയും ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്. ഏതാണ് ആംഗിളിന്റെ പേര്? ആംഗിൾ APB അല്ലേ? APB is equal to AQB. മനസ്സിലായോ? APB is equal to AQB. എന്താണ് അതിൻ്റെ റീസൺ? സോ ആംഗിൾ APB is equal to
ആംഗിൾ എ ക്യു ബി അല്ലേ ഈസ് ഈക്വൽ ടു എത്രയാണത് 90 ഡിഗ്രിയാണ്. എന്താണ് അതിൻ്റെ കാരണം? അത് നമുക്ക് ഗിവൺ ആണ് അല്ലേ. ഗിവൺ ബി പി പെർപെൻഡിക്കുലർ എ പി അല്ലേ ആൻഡ് ബി ക്യു പെർപെൻഡിക്കുലർ എ ക്യു. അങ്ങനെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി കിട്ടിയത്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ ഈക്വലായിട്ട് വരുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇതൊരു ഒരു ബൈസെക്ടർ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വലാന്നല്ലോ. ഈ ആംഗിളിന്റെ പേരെന്തുവാ? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ആംഗിൾ പി എ ബി അല്ലേ, പി എ ബി അല്ലേ. ഇപ്പൊ നമുക്ക് പറയാം ആംഗിൾ പി എ ബി ഇസ് ഈക്വൽ ടു ഈ പി എ ബി എടുക്കുമ്പോൾ ഇതേപോലെ ഇവിടും തുടങ്ങണം. ക്യു എ ബി ഈക്വൽസ് ആംഗിൾ ക്യു എ ബി. എന്താണ് അതിന്റെ റീസൺ? അത് നമുക്ക് ഗിവൺ ആണ്. ഗിവൺ എന്തായിരുന്നു? ഗിവൺ എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും ഒരു സൈഡും ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും ഒരു സൈഡിനോടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ പി ബി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ ക്യു ബി. റീസൺ എന്താണ്? എ അല്ലെ, രണ്ട് ആംഗിളും ഏതോ ഒരു സൈഡും എ എസ് കോൺഗ്രുവൻസ് റൂൾ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു സബ്പാർട്ട് ഉണ്ട്. ബി പി ഇസ് ഈക്വൽ ടു ബി ക്യു എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബി പി, ഇതാണ് നമ്മുടെ ബി ക്യു. സോ ബി പി ഇസ് ഈക്വൽ ടു ബി ക്യു. കാരണം എന്താ? രണ്ട് കോൺഗ്രുവൻ ട്രയാങ്കിൾസിന്റെ സിമിലർ പാർട്സ് ആണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് CPCT.